ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇതുവരെ നമ്മൾ ജനറൽ ഇംഗ്ലീഷ് ആയിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ മെയിനിലേക്ക് പോവുകയാണ്. മെയിനിൽ ജേർണലിസം എന്ന് പറയുന്ന സബ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ജേർണലിസം എന്ന് പറയുന്ന സെക്ഷനിൽ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് വരുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. അപ്പോൾ ജേർണലിസം എന്ന് പേരാണെങ്കിലും ആദ്യത്തെ 2 മൊഡ്യൂൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ ജേർണലിസ്റ്റിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ജേർണലിസം എന്ന് പറയുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ജേർണലിസം? ഇറ്റ്സ് എ പ്രൊഫഷൻ അല്ലേ? ജേർണലിസം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. എന്ത് പ്രൊഫഷനാണ്? പത്രമാധ്യമങ്ങളിലൂടെ ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കുന്ന ഒരു ജോലിയാണ് എന്ത്? ജേർണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജേർണലിസം എന്ന് പറയുന്നത് ഒരു കൂട്ടം വ്യക്തികൾ, അവരെ നമ്മൾ ജേർണലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. അവർ രാപ്പകൽ അധ്വാനിച്ച് അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ നാട്ടുകാർക്ക് കൈമാറുന്നു, പൊതുജനങ്ങൾക്ക് കൈമാറുന്നു. അങ്ങനെ പൊതുജനങ്ങൾ തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായി മാറുന്നു. ഇതാണ് ജേർണലിസത്തിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് മലയാളത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് അല്ലേ? ഒരു ആശയവിനിമയമാണ് നടക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയവിനിമയം. ജേർണലിസ്റ്റുകളും പൊതുജനങ്ങളും തമ്മിലുള്ള ഒരു ആശയവിനിമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജേർണലിസത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പറയുന്നത്. മൊത്തം 4 മൊഡ്യൂളാണ് ഉള്ളത്. ഇനി നോക്കുക. ദ ടേം കമ്മ്യൂണിക്കേഷൻ സ്റ്റേംസ് ഫ്രം എ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിസ് വിച്ച് മീൻസ് കോമൺ. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് ഉത്ഭവിക്കുന്നത് കമ്മ്യൂണിസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം കോമൺ അഥവാ സാധാരണയായിട്ടുള്ള എന്നുള്ളതാണ്. ആൻഡ് ഡിനോട്ട്സ് ദ ആക്ട് ഓഫ് ഇംപാർട്ടിംഗ്, കൺവേയിങ് ഓർ എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ത്രൂ സ്പീച്ച്, റൈറ്റിംഗ് ഓർ സയൻസ്. എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇംപാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമാറുക, കൺവേയിങ് അതും കൈമാറുക എന്നുള്ളത് തന്നെയാണ്, ഓർ എക്സ്ചേഞ്ചിങ് അതും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളത് തന്നെയാണ്. ഐഡിയാസ് ആശയങ്ങൾ, ത്രൂ സ്പീച്ച് ഏതിലൂടെയൊക്കെ? സംസാരത്തിലൂടെ, എഴുത്തിലൂടെ, ഓർ സയൻസ് അടയാളങ്ങളിലൂടെ ഒരാളുടെ മനസ്സിലുള്ള ആശയങ്ങളെ മറ്റൊരാളിലേക്ക് കൈമാറുന്ന ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിസ് എന്ന് പറയുന്നത്, അഥവാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഇറ്റ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ഫിസിക്കൽ റിക്വയർമെൻറ്റ് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. ഒരു മനുഷ്യന് ഭക്ഷണവും താമസവും എത്രത്തോളം അടിസ്ഥാനപരമായ കാര്യങ്ങളാണോ അത്രത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പരസ്പരം ആശയവിനിമയം ചെയ്യാതെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും മനുഷ്യന്മാർക്ക്? ഇല്ല. Thus, communication can be considered as an individual as well as social need. അങ്ങനെ നോക്കിയാൽ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടും വ്യക്തിപരമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വസ്തുതയാണ് ഇന്നത്തെ ലോകത്തിൽ. We lived in a mediated society. ഇന്ന് നമ്മൾ താമസിക്കുന്നത് ശിലായുഗത്തിലോ അത്തരത്തിലുള്ള യുഗങ്ങളിലൊന്നുമല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു മാധ്യമ യുഗത്തിലാണ്. മീഡിയേറ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മാധ്യമ സമൂഹം അഥവാ മാധ്യമ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മെനി ഓഫ് അവർ ഐഡിയാസ് അബൌട്ട് ദ വേൾഡ്, നോളജ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ദ വാല്യൂസ് മോസ്റ്റ്ലി കെയിം ഫ്രം ദ മീഡിയ. നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ലോകത്തിനെക്കുറിച്ച്, അതായത് നമ്മുടെ മനസ്സിൽ ഉള്ള അറിവുകൾ, നമ്മുടെ മനസ്സിലുള്ള മൂല്യങ്ങൾ, ഇതൊക്കെ മിക്കവാറും നമുക്ക് ലഭിച്ചിട്ടുള്ളത് പത്രമാധ്യമങ്ങളിലൂടെ തന്നെ ആയിരിക്കും. Our ideas of the world are derived largely from the modern media which produce and package versions of events and issues in their output and which we consume as a part of our daily lives and situations. അപ്പോൾ അവരവരുടെ ജോലിയായിട്ട് അവർ ശേഖരിച്ചു വയ്ക്കുന്ന വാർത്തകൾ, അതായത് ജേർണലിസ്റ്റുകൾ ശേഖരിച്ചു വയ്ക്കുന്ന വാർത്തകൾ അവർ പത്രമാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ, മാഗസിനിലൂടെ,
ടി വിയിലൂടെ, റേഡിയോയിലൂടെ, സിനിമയിലൂടെ ഒക്കെ അവർ നമുക്ക് ഇൻഫോം ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ മനസ്സിൽ അറിവുകൾ എന്ത് ചെയ്യുന്നു, ഓരോ ഡേ ടു ഡേ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ പത്രമാധ്യമങ്ങളാണ്.